പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയിൽ എറണാകുളം സബ് കോടതിയിലാണ് ഹർജി നൽകിയത്. ഹർജി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, ഹർജിയിലെ ആക്ഷേപം എന്താണ്? അജിംസ്, ഇന്നലെയായിരുന്നു പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഉണ്ടായിരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക ഇന്നലെ തള്ളിയിരുന്നു. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചത് സാന്ദ്ര തോമസ് 2 സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. മറ്റ് സെൻസർ സർട്ടിഫിക്കറ്റുകൾ അത് ഫ്രൈഡേ ഫിലിം ഹൌസുമായി ചേർന്ന് നിർമ്മിച്ച സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റുകളാണ്. അത് അനുവദിക്കാനാവില്ല എന്ന കാര്യം പരിഗണിച്ച് അത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കിയാണ് ഈ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെതിരെയാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ അസോസിയേഷന്റെ ബൈലോയിൽ ഈ ബാനറിന്റെ കാര്യം, ഏത് ബാനറിലാണ് താങ്കൾ ഇത് നിർമ്മിച്ചത് അല്ലെങ്കിൽ സിനിമ നിർമ്മിച്ചത് എന്നതിനെ പറ്റി ബാനറിന്റെ കാര്യം ഈ ബൈലോയിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമാണ്. തന്റെ പത്രിക തള്ളിയത് നിയമവിരുദ്ധമാണ്. മാത്രമല്ല, ഈ റിട്ടേണിംഗ് ഓഫീസർ അടക്കം ഒരു 25 വർഷമായി ഇതിൽ തുടരുന്ന റിട്ടേണിംഗ് ഓഫീസറാണ്. ആ റിട്ടേണിംഗ് ഓഫീസറിന്റെ വിശ്വാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഹർജി പരിഗണിക്കുക. ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളും വലിയ ആരോപണങ്ങളും തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് ഇവർക്കെതിരെ ഉന്നയിച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മുൻ ഭരണസമിതിയിലെ ഭാരവാഹികൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വലിയ വാക്കേറ്റത്തിലേക്കും ബഹളത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബൈലോയിൽ പറയാത്ത കാര്യം അല്ലെങ്കിൽ ബാനറിന്റെ വിഷയം, അതായത് ഫ്രൈഡേ ഫിലിം ഹൌസുമായി ചേർന്ന് നിർമ്മിച്ച സിനിമ ഇതിൽ പരിഗണിക്കാനാവില്ല, 3ാമത്തെ സിനിമയായി പരിഗണിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് വലിയ വാക്കേറ്റത്തിലേക്കും വലിയ രൂക്ഷമായിട്ടുള്ള ഒരു ബഹളത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ ബഹളം ഇന്നലെ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് സാന്ദ്ര തോമസ് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്ര തോമസിന് മത്സരിക്കാം. 2 സിനിമകൾ മാത്രം മതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ താൻ മത്സരിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് സാന്ദ്ര. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഹർജി കോടതി പരിഗണിക്കും. ശരി.